റോബിൻ സാറിനെ റോബിൻ ജോർജ് പാലമുറിയിൽ സെന്റ് മേരീസ് ചർച്ച് മഞ്ഞക്കടവ് CMC താമരശ്ശേരി റോബിൻ ജോർജ് കൈയടിക്കാം. ശ്രമിക്കുകയും ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ആമുഖമായി 6 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ പ്രസംഗ മത്സരങ്ങൾ നടത്തിയത്. 1-2 ക്ലാസുകൾക്ക് മക്കളുടെ വളർച്ചയിൽ സന്ധ്യാപുരസ്കാരത്തിന്റെ പങ്ക്, 3-4 ക്ലാസുകൾക്ക് വിശുദ്ധ യൂപ്രാസ്യ സക്രാരിയുടെ കാവൽക്കാരി, 5-7 ക്ലാസുകൾക്ക് വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ പ്രശസ്തമായ ഒരു സുഹൃത ജപം, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. 8-10 ക്ലാസുകൾക്ക് വിശുദ്ധ ചാവറപിതാവിന്റെ വിഖ്യാതമായ കൊട്ടേഷൻ, മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവ നിക്ഷേപം. 11-12 ക്ലാസുകൾക്ക് വിശുദ്ധ ചാവറപിതാവിന്റെ ചാവരുള്ളിലെ നമ്മൾ നടത്തിയത്. മതാധ്യാപകർ ഉൾപ്പെടെ അധ്യാപകർക്ക് സിസ്റ്റേഴ്സും ഉൾപ്പെടെയുള്ള ഒരു മുഖ്യമായ ടോപ്പിക്കുകളിലൂടെ 2 വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുന്ന വിശുദ്ധ വിചാരങ്ങൾ കഴിഞ്ഞൊരു വർഷം മുഴുവൻ പഠിച്ച് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മനഃപ്പാഠമാക്കി ഓൺലൈനിലൂടെ വീഡിയോയിലൂടെ പ്രസംഗ മത്സരത്തിൽ പങ്കുചേർന്നത് 4200ഓളം പേരാണ്. 4200ഓളം പേരാണ്. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് 2100ഓളം പേരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സദസ്സ് വിശുദ്ധ ചാവറപിതാവിന്റെയും വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെയും സ്വർഗീയ മധ്യസ്ഥതയിൽ അനുഗ്രഹീതമായ സദസ്സാണ്. വിശുദ്ധ ചാവറപിതാവിന്റെ പാദസ്പർശം അതിന്റെ പുണ്യഭൂമിയിലാണ് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ഒരു സമ്മേളനം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം വിശുദ്ധ ചാവറപിതാവിനെ കേരള സമരായൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരുക്കിയിരിക്കുന്ന കൊണ്ട് ആ പ്രാർത്ഥനാ ഗാനത്തിൽ പങ്കുചേരാം. ഒപ്പം അതിന്റെ സന്ദേശവും ചൈതന്യവും പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി CMC ഹോളി ക്വീൻസ് പ്രോവിൻസ് കൊയർ ചങ്ങനാശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയവരെ സരി മരി മമ പനി പനി സരി 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 അവനു തിരിയായി അവനൊരുകി സ്വയം അറിവാലിരുളകൾ കഴുകി. CMC പ്രോവിൻസ് നിർമ്മിച്ച ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞനായ സെബി നായരമ്പലമാണ്. അച്ഛൻ അതിമനോഹരമായിട്ട് എഴുതിയ, അച്ഛന്റെ മനസ്സിൽ വിളിഞ്ഞ ഈ വരികൾ നമുക്ക് അച്ഛനെ നല്ലൊരു കയ്യടി കൊടുത്ത് അഭിനന്ദനം അറിയിക്കാം. ദൈവത്തിന്റെ മനുഷ്യരായിരുന്നു വിശുദ്ധ ചാവറപിതാവും വിശുദ്ധ യൂപ്രാസ്യാമ്മയും. ഇവരുടെ ജീവിതം ഒരു അനശ്വത സന്ദേശമായിരുന്നു. ഉന്നതമായ ഉദ്ഗ്രഥനത്തിന്റെ, ഉദാത്തമായ സ്നേഹത്തിന്റെ, അഗാധമായ നന്ദിയുടെ, കലവറയില്ലാത്ത അടിയറ വെക്കലിന്റെ സന്ദേശം. വിശുദ്ധ ചാവറ യൂപ്രാസ്യ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന്റെ ദശവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ അഖില കേരള കത്തോലിക്ക ഓൺലൈൻ വിശുദ്ധ ചാവറ യൂപ്രാസ്യ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തവരും സമ്മാനാർഹരുമായ പ്രതിഭകളെ ആദരിക്കുന്ന മഹനീയ സമ്മേളനത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുക. വിശുദ്ധ ചാവറപിതാവിന്റെ പാദസ്പർശനത്താൽ ധന്യമായ ഈ പുണ്യമണ്ണിൽ പദമൂന്നി നിൽക്കുമ്പോൾ അഭിമാനത്തിന്റെയും ആത്മനിർവൃതിയുടേതുമായ നിമിഷങ്ങൾ. ദൈവാനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന ഈ വിശുദ്ധ മലയിലേക്ക് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന
കലാപ്രതിഭകളായ നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രസംഗ മത്സരത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മൂവാറ്റുപുഴ CMI കാർമൽ പ്രൊവിൻസും ഇടുക്കി CMC കാർമൽഗിരി പ്രൊവിൻസും ഒരുമിച്ച് നടത്തിയിരുന്ന ഈ മത്സരം ഈ വർഷം ദശവത്സര ആഘോഷത്തിന്റെ ഭാഗമായി CMI CMC സന്യാസി സമൂഹങ്ങൾ ജനറൽ തലത്തിൽ സംയുക്തമായി നടത്തുവാൻ ഏറ്റെടുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസി താമരശ്ശേരി അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട റോയി കണ്ണഞ്ചിറയിച്ചിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഈ സംരംഭത്തിന്റെ വിജയം എന്നത് ചാവറപ്പിതാവിന്റെ കബറെടുത്തിങ്കൽ 2000-ഓളം കലാപ്രതിഭകൾ എത്തിച്ചേർന്നു എന്നതിലാണ്. ഇത് CMI CMC സന്യാസി സഭകളുടെ മാത്രമല്ല, സീറോ മലബാർ സഭയുടെ തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കൂ. ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ പ്രഘോഷണത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി ഈ മഹനീയ സമ്മേളനത്തെ നമുക്ക് കാണാം. 2024 ജൂലൈ 28 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ പ്രോഗ്രാമിന്റെ ലോഞ്ചിങ് നടത്തി എന്നത് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അഭിവന്യ പിതാവെ, 28 അങ്ങ് കൊളുത്തിവെച്ച ആ ദീപശിഖ 4200 മക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല 4200 കുടുംബങ്ങളിൽ പ്രകാശിച്ചുവെന്ന് അറിയിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. അന്നു മുതൽ 2-3 മാസങ്ങളായിട്ട് 4200 കുടുംബങ്ങളിൽ വിശുദ്ധ ചാവറ യുവപ്രാസ്യ സൂക്തങ്ങൾ കുട്ടികൾ ആവർത്തിച്ചു പരിശീലിക്കുകയാണ്. ചാവറയച്ചൻ പറയുന്നു, വൈകിട്ട് കുരിശുമണി അടിക്കുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കുവാനും നമസ്കാരം കഴിഞ്ഞാലുടൻ അവർ സ്തുതി ചൊല്ലി അപ്പന്റെയും അമ്മയുടെയും കൈമുട്ടുവാനും അവരെ പരിശീലിപ്പിക്കണം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമകൻ വീട്ടിൽ ആവർത്തിച്ചത് പറഞ്ഞ് പഠിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ജീവിതബന്ധിയാക്കാൻ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നിർബന്ധിതരാകുന്നു. ചാവറപ്പിതാവും യുവപ്രാസ്യാമയും പറഞ്ഞു വെച്ച ഇതുപോലുള്ള നല്ല ശീലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയും സമൂഹത്തിലും മുഴങ്ങിക്കേൾക്കട്ടെ. അതുവഴി നന്മയുടെ പാഠങ്ങൾ, സാഹോദര്യത്തിന്റെ ശീലുകൾ അനേകരുടെ ഹൃദയത്തിൽ ഉണരട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ മഹാസമ്മേളനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണത്താലും വിശുദ്ധ ബലിയർപ്പണത്താലും ധന്യമാക്കിയ മഹനീയ വ്യക്തിത്വം സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവ്, ലാളിത്യത്തിന്റെ സുന്ദര മുഖം, പാവപ്പെട്ടവരോടും കാർഷികവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേരാനുള്ള പിതാവിനെ ഞങ്ങൾ ഒന്നു ചേർന്ന് സ്വാഗതം ആശംസിക്കുന്നു. ജനറൽ കൗൺസിലറുമായ ബഹുമാനപ്പെട്ട ജോസി താമരശ്ശേരി അച്ഛനാണ്. ഈ പ്രോഗ്രാമിന്റെ കൺവീനറായിരുന്ന അച്ഛന് സ്വാഗതം ആശംസിക്കുക എന്നതിനേക്കാൾ അച്ഛനെ നിങ്ങൾക്ക് മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ സമയം. അച്ഛന്റെ കർമ്മശേഷിയും കാര്യപ്രാപ്തിയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമാണ് ഈ പ്രോഗ്രാമിനെ വിജയത്തിൽ എത്തിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CMC CMI സന്യാസി സമൂഹങ്ങൾ ഒരുമിച്ച് വിശുദ്ധ ചാവറ യുവപ്രാസ്യ ദശവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തതും മുന്നിട്ടിറങ്ങിയതും ജോസിയച്ചൻ തന്നെയായിരുന്നു. അച്ഛന്റെ നേതൃത്വത്തിന് മുൻപിൽ കോർഡിനേറ്റേഴ്സ് ടീം ഒരുമിച്ച് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഈ പ്രോഗ്രാം ക്രമീകരിച്ചു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസി താമരശ്ശേരി അച്ഛന് ഏറ്റവും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു.
CMC സന്യാസി സമൂഹത്തിന്റെ വികസനത്തിലും റിന്യൂവൽ കൗൺസിലറുമായ സിസ്റ്റർ പ്രസന്ന ഇന്നത്തെ ഈ സമ്മേളനത്തിൽ സമ്മാനദാനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നു എന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നു. നൂതനമായ ഏത് പദ്ധതികൾക്കും 100% സപ്പോർട്ട് നൽകുന്ന പ്രസന്നമ്മയുടെ ദീർഘവീക്ഷണവും പ്രബുദ്ധമായ ചിന്തകളും സംലഭ്യതയും CMC സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്നീ വേദിയെ തന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കലാപ്രതിഭകളെ ആദരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസന്നമ്മയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. മാങ്ങാട് പുതിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്ന എല്ലാവർക്കും സംരംഭനായ ഒരു വ്യക്തിത്വം, അത് മറ്റാരുടെയുമല്ല, എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ പ്രിയോരച്ഛൻ കുര്യൻ ചാലക്കാടി അച്ഛൻ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ തിരുനാൾ ദിനങ്ങളിലാണെങ്കിലും ഓരോരുത്തരെയും വ്യക്തിപരമായി പരിഗണിക്കുന്ന, പൂർവ്വബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട പ്രിയോരച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വേദിയിലിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട CMC ജനറൽ കൗൺസിലർ സിസ്റ്റർ ആനി തോമസ് ഇന്നത്തെ സമ്മേളനത്തിൽ സമ്മാനദാനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റർ ആനി തോമസ് CMCയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. സിസ്റ്ററിന്റെ ധന്യമായ വ്യക്തിത്വത്തെ ഓർത്ത്, സിസ്റ്ററിന്റെ പ്രഗത്ഭമായ ഭാരതത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നാം ഇരിക്കുന്ന ഈ വേദി, ഈ ഇരിക്കുന്ന ഓഡിറ്റോറിയവും ഇവിടെ സജ്ജീകൃതമായ മറ്റ് കാര്യങ്ങളെല്ലാം ഒരുക്കിയത് നമുക്ക് വേണ്ടി ഈ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി. എപ്പോഴും പ്രിയോരച്ഛനും മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം വികാരി ചന്ദ്രാവച്ചനും ഒക്കെ പറയുന്ന ഒരു പേരാണ് ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ്റെത്. ഏതൊരു കാര്യം പറഞ്ഞാലും ജോസി അച്ഛൻ പറയും നമുക്ക് മുല്ലശ്ശേരി അച്ഛനോട് ചോദിക്കാമെന്ന്. പ്രിയപ്പെട്ട മുല്ലശ്ശേരി അച്ഛൻ, അച്ഛന്റെ ഹൃദയംഗമമായ ഔദാര്യമാണ് ഇവിടെ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അച്ഛനെ ഏറ്റവും നന്ദിയോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തന പ്രകാശനം നടത്തുന്ന സിസ്റ്റർ മേരി CMC, സിസ്റ്റർ ജോയച്ചൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഈ പ്രസംഗ മത്സരം CMI, CMC, മൂവാറ്റുപുഴ, കാർമൽ പ്രൊവിൻസും ഇടുക്കി പ്രൊവിൻസും ഒരുമിച്ച് നടക്കുമ്പോൾ സിസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. സിസ്റ്ററിന്റെ അഗാധമായ പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ ഉള്ള നല്ല കഴിവുകളും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മേഖലയുടെ എല്ലാ സപ്പോർട്ടോടും കൂടെയാണ് ഈ മീറ്റിംഗും ഇവിടെ അരങ്ങേറുക. സിസ്റ്റർ ദേവലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഈ മഹാസമ്മേളനത്തിന്റെ MC ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി കണക്ഷനച്ഛൻ, DCL കൊച്ചേട്ടനായ റോയി അച്ഛനെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലും ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. തന്റെ തനതായ ശൈലിയിലൂടെ സമൂഹത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന വാക് സ്വാധീനമുള്ള ഒരു മഹാവാഗ്മി. അച്ഛൻ ഈ പ്രോഗ്രാമിന്റെ മെയിൻ കോർഡിനേറ്റർ ആയിരുന്നു. വിശുദ്ധ ചാമരപിതാവിന്റെ കവടത്തിലേക്ക് കേരളം മുഴുവനിൽ നിന്നും കുട്ടികൾ തീർത്ഥാടനം നടത്തണമെന്ന് സ്വപ്നം കണ്ടത് റോയിയച്ഛനാണ്. അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ തീർത്ഥാടനവും ഇപ്പോൾ ഞങ്ങളുടെ മുൻപിലിരിക്കുന്ന ഈ വലിയ സമൂഹവും. അച്ഛനോടൊപ്പം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. നല്ലൊരു കൈയടി നൽകി അച്ഛനെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച ഇടുക്കി കോതമംഗലം പ്രൊവിൻസുകളുടെ മുൻ വിശ്വാസ ശുദ്ധീകരണ മീഡിയ കൗൺസിലർ സിസ്റ്റർ മേബിൾ, സിസ്റ്റർ സീന മരിയ, നിങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാഗതം അർഹിക്കുന്നവരെ ഞാൻ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ചതാണല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാന്ദ്ര മുതൽ 2ാം ക്ലാസ്സിലെ ഈ പാട്ടിൽ പഠിക്കുന്ന ആനിയ മുതൽ അധ്യാപകരായി വിരാജിക്കുന്ന, പ്രത്യേകിച്ച് 1ാം സ്ഥാനത്തിന് അർഹനായ സെബാസ്റ്റ്യൻ സാർ വരെ ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം നിങ്ങളെ ഏവരെയും ഒറ്റ വാക്കിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മകളെ ഇതെന്ത് ഇങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കിറങ്ങിയിരിക്കുന്നു അല്ലേ? നല്ല സ്ഥലത്തിൽ വിളിയട്ടെ. മക്കളെ 100ൽ 10 മാർക്കേ ഉള്ളൂ. മക്കളെ ഇപ്പോഴാണ് എന്റെ മക്കൾ ഉണർന്നത്. നന്നായി കേട്ടോ. നമ്മുടെ നവ്യാമ്മയുടെ സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു? ആ പ്രശ്നം നവ്യാമ്മയ്ക്ക് വരുമോ? പറ്റിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട CMI വിക്കർ ജനറൽ ജോസിയസിനെ പോലെ തന്നെ CMC സന്യാസി സമൂഹത്തിന്റെ വിക്കർ ജനറൽ പ്രസന്നാമയോടെ ചേർന്ന് നിന്ന് ഫെയ്ത്ത് ഫോർമേഷൻ കൗൺസിൽ നടപ്പിലാക്കുകയും ചെയ്തത് CMC ജനറൽ കൗൺസിലിന്റെ പിന്തുണയോടെ പ്രിയപ്പെട്ട നവ്യാമയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇവിടെ ഇന്ന് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്റെ മക്കൾ നല്ലൊരു കയ്യടി നമ്മുടെ പ്രിയപ്പെട്ട നവ്യാമയ്ക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സ്വാഗതം. ഒപ്പം അഭിമുഖ പിതാവ് ഇപ്പോൾ അനുഗ്രഹ വചസ്സുകളുമായി നമ്മളെ അഭിമുഖീകരിക്കുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ അഭിമുഖ പിതാവ് വിശുദ്ധ ചാവറ പിതാവിനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് സീറോ മലബാർ സഭയുടെ തോമാശ്ലീഹായാണെന്നും കേരള സഭയുടെ എൽത്തുരുത്താണ്, ദൈവം വസിക്കുന്ന സങ്കേതമാണ് എന്നും, ഒപ്പം ഈ വർത്തമാന കാലത്തിന്റെ പവർ ബാങ്ക് ആണ് എന്നും നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പവർ ബാങ്ക് ആണ്, ശക്തി സ്രോതസ്സാണ്, ആത്മീയ ശക്തി സ്രോതസ്സാണ് എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ എല്ലാവരുടെയും സങ്കടക്കടലുകളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം പരത്തുന്ന പുഞ്ചിരിയായി പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട റാഫേൽ പിതാവിനെ, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ അനുഗ്രഹ വചസ്സുകൾക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സാധ്യതകൾ വിടട്ടെ വിടട്ടെ വിടട്ടെ, ആടട്ടെ ആടട്ടെ. അപ്പോൾ അതിമനോഹരമായി നമ്മെ പ്രചോദിപ്പിച്ച് നന്ദി പറഞ്ഞ് നല്ല സന്ദേശം നൽകിയ പിതാവിന് കൃത്യമായി നന്ദി. വിഭാഗത്തിൽ 1-2 ക്ലാസ്സുകളിൽ 1ാം സമ്മാനാർത്ഥിയായ ഹൗസ് സെന്റ് സ്റ്റാനിസ്ലാവോസ് ചർച്ച് മാളം CMC ഇരിഞ്ഞാലക്കുടാണ് നേതൃത്വം കൊടുക്കുക. കടന്നു വരണം. ആദ്യം കടന്നു വരേണ്ടത് സന്ധ്യയാണ്, അടുത്ത തുടർന്ന് വരേണ്ടത് ദിയ മരിയ സെബാസ്റ്റ്യൻ മാണിക്യത്താൻ പാലത്തോട് CMC ഇടുക്കി. അടുത്തത് 8, 9, 10 ക്ലാസ്സിലെ 1ാം സമ്മാനാർത്ഥിയായ റോസ്മേരി നോബിൻ കാസർഗോഡ് നിന്ന് റോൺ ജോർജി. +1, +2 ക്ലാസ് റോൺ ജോർജിയുടെ മാതാപിതാക്കൾ CMC മാനന്തവാടി നേതൃത്വം കൊടുത്ത സെബാസ്റ്റ്യൻ സാറിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷവേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കൈയ്യടി കൊടുക്കാം. ഏറ്റവും നല്ല പ്രസംഗം സാറിന്റെ എഴുതുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകും. യെസ്. നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച പ്രൊവിൻസുകൾക്കുള്ള സമ്മാനങ്ങളാണ്. 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് CMC ജെ ക്രിസ്റ്റോ പ്രൊവിൻസ് പാലക്കാട്. 2ാം
province, Angamali. Yes, Kalamaya, Policy, Tekavega. 760 പങ്കെടുപ്പിച്ച CMC, മേൽമാക്ക province, Angamali. Third, CMI സഭയുടെ സെന്റ് ജോസഫ് province, തിരുവല്ല. 86 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് CMI province മൂന്നാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. മൂന്നാം സ്ഥാനം തിരുവനന്തപുരം province 386 അംഗങ്ങൾ. എല്ലാവരും ഗ്രന്ഥകാരനും ശരീരത്തിനും ഒക്കെ കഴിവാണ്. സന്തോഷം. പിതാവ് പറഞ്ഞപോലെ ചാവറയച്ചന്റെ കബറിടം കേരള സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി മാറി. അപ്പോ മക്കളെ നമുക്ക് എല്ലാവർക്കും ഏകദേശം നമ്മുടെ പിതാവിന് ഒരു നല്ല ഫ്ലവർ കഴിഞ്ഞു. ഫ്ലവർ ക്ലാസ് വിരിയട്ടെ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിലുപരിയായിട്ട് ചാവറ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്ത് അനുഗ്രഹങ്ങളും കൃപയും നേടി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു വലിയ ഭാവി സഭയിലും സമൂഹത്തിലും ഞാൻ കാണുകയാണ്. കാരണം നമ്മുടെ സഭയെയും സമൂഹത്തെയും സ്നേഹിച്ച് അതിൻ്റെ നന്മ നവീകരണം സ്വപ്നം കണ്ട വിശുദ്ധ ചാവറ പിതാവും അതുപോലെ തന്നെ തൻ്റെ വിശുദ്ധമായ ജീവിതം കൊണ്ട് നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹത്തെയും ധന്യമാക്കിയ വിശുദ്ധ എവുപ്രാസിയായെയും കുറിച്ച് പഠിക്കുവാനായിട്ട് നിങ്ങൾ കാണിച്ച താല്പര്യമാണ് നിങ്ങളെ ഇവിടെ ഇന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും CMC സഭയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും എല്ലാ പേരിലും ഞാൻ ഈ അവസരത്തിൽ അതിയായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങൾ ചെയ്ത ഈ നല്ല കാര്യത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സംരംഭം ഞങ്ങൾ തുടങ്ങിയതല്ല. നിങ്ങൾ കേട്ടതുപോലെ ഓൾറെഡി CMIയുടെ കാർമൽ പ്രൊവിൻസും CMCയുടെ ഇടുക്കി പ്രൊവിൻസും കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ പ്രൊവിൻസുകൾ അവർ ഒതുക്കി ചെയ്തു. കഴിഞ്ഞ വർഷം റോയിയച്ചൻ്റെ നേതൃത്വത്തിൽ മാന്നാനത്തേക്ക് തീർത്ഥാടനം നടത്തി എന്നെ അതിൽ വിളിച്ചു. വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയ സംരംഭമാണ്. ഈ 2 പ്രൊവിൻസുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. കാരണം ഇത്രയും വലിയ വിശുദ്ധരായ 2 ആത്മാക്കളെ കുറിച്ച് കേരള സഭ മാത്രമല്ല ഭാരത സഭയും ഭാരതീയരെല്ലാവരും പഠിക്കേണ്ടത് ആവശ്യമാണ്.